ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പം നമുക്ക് ഇന്ന് മൊഡ്യൂൾ 2 ബാക്കി ലെക്ചർ നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? സീവറേജ് എന്താണ്, സിസ്റ്റംസ് ഓഫ് സീവറേജ് എന്താണ്, സീവേജ് ക്യാരക്ടറിസ്റ്റിക്സിലെ ഫിസിക്കലും കെമിക്കലും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ വെന്റിലേഷൻ ഓഫ് സീവേഴ്സ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് BOD നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, അതിലെ ഫസ്റ്റ് സ്റ്റേജ് BOD അതിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. അതേപോലെ തന്നെ ബാക്കി ബയോളജിക്കൽ പാരാമീറ്റേഴ്സ് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം. ഓക്കെ, റിലേറ്റീവ് സ്റ്റെബിലിറ്റിയും പോപ്പുലേഷൻ ഇക്വലൻ്റൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് BODയുടെ ആ ഒരു ഡെറിവേഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ BODയുടെ ആ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ അതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. പിന്നെ COD അതും BODയും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസൺ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം ആദ്യമേ ഡിറൈവ് ദി ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് സ്റ്റേജ് BOD. നമ്മൾ പറഞ്ഞിരുന്നു BODയുടെ ആ ഡിമാൻഡിന് നമുക്ക് രണ്ട് രീതിയിൽ പറയാം, ഫസ്റ്റ് സ്റ്റേജും പിന്നെ സെക്കൻഡ് സ്റ്റേജ് എന്ന് വെച്ചാൽ നൈട്രിഫിക്കേഷൻ ഡിമാൻഡും കാർബണേഷ്യസ് ഡിമാൻഡും നമ്മൾ പറഞ്ഞിരുന്നു. അതിലെ ഫസ്റ്റ് സ്റ്റേജ് BOD ആ കാർബണേഷ്യസ് ഡിമാൻഡിൻ്റെ അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമൊക്കെ ഒന്നും കൂടി നമ്മളൊന്ന് പറയുവാണ്. BOD ടെസ്റ്റ് ഇസ് കണ്ടക്റ്റഡ് ടു ഡിറ്റർമൈൻ ദി ഓക്സിജൻ ഡിമാൻഡ് ഫോർ ദി ഫസ്റ്റ് 5 days on a number of sample and their average values taken as BOD 5 at the test temperature. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു BOD ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പം നമ്മൾ BOD ബോട്ടിലിനുള്ളിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു 300 ml ഒരു ബോട്ടിലാണെന്നും അതിനകത്തൊരു 5 ml സാമ്പിൾ എടുക്കുവാണെങ്കിൽ ബാക്കി എത്രയാണെന്ന് വെച്ചാൽ ബാക്കി പോർഷൻ 295 ml നമ്മൾ എന്താ ആഡ് ചെയ്യും, ബാക്കി ഡൈലൂഷൻ വാട്ടർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ DO കണ്ടുപിടിക്കും. പിന്നെ 5 days ഇൻക്യുബേറ്റ് ചെയ്യും. 5 days കഴിഞ്ഞ് കഴിയുമ്പോൾ DO കണ്ടുപിടിക്കും. അതിൻ്റെ ആ ഒരു ഡിഫറൻസ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും നമ്മൾ ഡൈലൂഷൻ ഫാക്ടർ വെച്ചിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുമ്പം ഒരൊറ്റൊരു BOD ബോട്ടിലിന് വേണ്ടി ആയിരിക്കില്ല, നമ്മളൊരു 3 4 അല്ലെങ്കിൽ ഒരു 5 സാമ്പിൾ സെയിം രീതിയിൽ തന്നെ 5 സാമ്പിളിൽ ചെയ്യും. ഓരോന്നിൻ്റെയും BOD ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ ആണ് നമ്മൾ BOD ആയിട്ട് പറയുന്നത്. ഓക്കെ, in fact, if the oxygen is made available for a period more than 5 days, it is found that oxygen is consumed rapidly for 6 to 7 days and then slows down until the end of about 20 days or so. ഓക്കെ, അപ്പം ഒരു 5 ദിവസത്തിൽ കൂടുതൽ ഓക്സിജൻ അവൈലബിൾ ആണെങ്കിൽ വേസ്റ്റ് വാട്ടറിനകത്ത് അതൊരു 5 ദിവസത്തിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ഒരു 6-7 ദിവസം കൊണ്ട് അത് മൊത്തത്തിൽ കംപ്ലീറ്റ് മീൻസ് അത് മൊത്തം യൂസ് ചെയ്യും, കൺസ്യൂം ചെയ്യും. ബാക്കി ആ ഒരു കൺസപ്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഒരു 20 days വരെയൊക്കെ ഒരു ഓക്സിജന്റെ ഒരു കൺസപ്ഷൻ ഭയങ്കര കുറവായിട്ടായിരിക്കും പോകുന്നത്. ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 5, 6, 7 ദിവസം വരെ ഭയങ്കര റാപ്പിഡ് ആയിട്ടായിരിക്കും ഓക്സിജൻ കൺസപ്ഷൻ വരുന്നത്. പിന്നെ പിന്നീടുള്ള ടൈം ഒരു 20 ദിവസം വരെ ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് രീതിയിലായിരിക്കും ആ ഒരു ഗ്രാഫ് പോകുന്നത്. ഓക്കെ, thereafter it may again accelerate for some time and slow down to a very low rate for an indefinite period. പിന്നെയും അതൊന്ന് ആക്സിലറേറ്റ് ചെയ്യും, ആ ഒരു ഓക്സിജൻ ഡിമാൻഡ് പിന്നെയും കൂടാൻ തുടങ്ങും. പിന്നെ അതങ്ങ് സ്ലോ ആകും, ആ ഒരു റേറ്റ് പിന്നെ അങ്ങ് സ്ലോ ആകും. ഓക്കെ, ദ ഫസ്റ്റ് ഡിമാൻഡ് ഡ്യൂറിങ് ദി ഫസ്റ്റ് 20 days in fact occurs due to oxidation of organic matter and it is called carbonaceous demand. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യത്തെ ഒരു 20 ദിവസത്തിനുള്ളിൽ നടക്കുന്നതാണ് കാർബണേഷ്യസ് ഡിമാൻഡ്. അതിന് ഫസ്റ്റ് സ്റ്റേജ് എന്നോ ഇനീഷ്യൽ ഡിമാൻഡ് എന്നൊക്കെ വേണേൽ പറയാം. ദ ലേറ്റർ ഡിമാൻഡ് അത് കഴിഞ്ഞിട്ടുള്ളത് ബയോളജിക്കൽ ഓക്സിഡേഷൻ ഓഫ് അമോണിയ അങ്ങനത്തെ ഓരോ മാറ്റേഴ്സിന്റെ ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ നൈട്രോജനസ് ഡിമാൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ഡിമാൻഡ് നമുക്ക് പറയാം. In fact, the sanitary engineers are more concerned with the first stage demand since the oxygen consumed in its satisfaction is not recoverable. അപ്പം സാനിറ്ററി എഞ്ചിനീയേഴ്സ് എന്ന് വെച്ചാൽ അവരാണല്ലോ സീവേജ് ട്രീറ്റ്മെന്റ് കാര്യമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൂടുതലും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് സ്റ്റേജ് ഡിമാൻഡിലാണ്. കാര്യം ആ ഒരു ടൈമിൽ യൂസ് ചെയ്യുന്ന ഓക്സിജന്റെ അവർ കൺസ്യൂം ചെയ്യുമല്ലോ, അത് റിക്കവറബിൾ അല്ല. അതുകൊണ്ട് തന്നെ അവർ അതിനെ പറ്റിയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഹെൻസ് ദ ടേം BOD is usually used to mean the first stage BOD. അതുകൊണ്ട് തന്നെ BOD എന്ന് വെച്ചാൽ അത് ഫസ്റ്റ് സ്റ്റേജ് BOD ആയിട്ടാണ് നമ്മൾ പറയാറ്. ദാറ്റ് ഈസ് ദ ഡിമാൻഡ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് കാർബണേഷ്യസ് മാറ്റർ. എന്ന് വെച്ചാൽ കാർബണേഷ്യസ് മാറ്ററിനെ ഓക്സിഡൈസേഷന് വേണ്ടി എന്തുമാത്രം ഓക്സിജൻ കൺസ്യൂം ചെയ്തു, അതാണ് നമ്മൾ ജസ്റ്റ് ഒരു BOD എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞില്ല, അത് ഡിറൈവ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. അപ്പോൾ 1-2 ഗ്രാഫ് ഒക്കെ ഉണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിക്കണം.
derive the equation of first stage BOD. The rate at which BOD is satisfied at any time, എന്ന് വെച്ചാൽ that is the rate of deoxygenation depends on temperature and also on the amount and nature of organic matter present in sewage at that time. Okay, ഒരു പർട്ടിക്കുലർ ടൈമിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന BODയുടെ റേറ്റ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ടെമ്പറേച്ചറിനെ, അതേപോലെ തന്നെ നമ്മൾ പറയുന്ന ആ ഓർഗാനിക് മാറ്ററിന്റെ എമൗണ്ടിനെയും അതിന്റെ നേച്ചറിനെയും. സീവേജിനകത്ത് ഓർഗാനിക് മാറ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഓക്സിഡേഷന് വേണ്ടിയാണല്ലോ ഓക്സിജൻ വേണ്ടി വരുന്നത്. അപ്പം ആ ഒരു റേറ്റ്, ദ റേറ്റ് അറ്റ് വിച്ച് BOD is സാറ്റിസ്ഫൈഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു D/dt എന്ന് പറയത്തില്ലേ, അതേപോലെ ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെയും അതേപോലെ തന്നെ സീവേജിനുള്ളിലുള്ള ഓർഗാനിക് മാറ്ററിന്റെ എമൗണ്ടിനെയും ആ ഓർഗാനിക് മാറ്ററിന്റെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ആ ഒരു റേറ്റ് അറ്റ് വിച്ച് BOD is സാറ്റിസ്ഫൈഡ്, അതിന് നമുക്ക് റേറ്റ് ഓഫ് ഡി ഓക്സിജനേഷൻ, ഓക്സിജൻ കൺസ്യൂം ചെയ്യുവാണല്ലോ അല്ലെങ്കിൽ ഓക്സിജൻ അത്രയും എടുക്കുവാണല്ലോ, അതിനോടാണ് ഡി ഓക്സിജനേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ കൊടുക്കുമല്ലോ, അപ്പോൾ റീ ഓക്സിജനേഷൻ ആയാണ്. ഇതിപ്പം റേറ്റ് ഓഫ് ഡി ഓക്സിജനേഷൻ എന്ന് പറയുന്നതാണ് ടെമ്പറേച്ചറിനെയും ഈ നേച്ചർ ഓഫ് ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് BOD കാണിക്കുന്ന ഒരു കേർവ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. Y ആക്സിസിൽ എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ പ്രസന്റ്, അത് നമുക്ക് LT എന്ന് വെച്ചാൽ അവർ ഡിനോട്ട് ചെയ്തിരിക്കുന്നു. Y ആക്സിസിൽ ടൈം ഇൻ ഡേയ്സ്, സ്മോൾ t. ഓക്കെ, അപ്പം ടൈം 0 ആയിരിക്കുമ്പം എന്താണ്, ആ ഒരു വേസ്റ്റ് വാട്ടറിനകത്ത് ഓർഗാനിക് മാറ്റർ ഒത്തിരി ഉണ്ട് അല്ലെ, ഒരു ഹൈ എമൗണ്ടിലുണ്ട്. അപ്പം അത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ 0 എന്ന ടൈമിൽ ഓർഗാനിക് മാറ്ററിന്റെ പ്രസൻസ് ഈ ഒരു ഗ്രാഫിലായിരിക്കും, ഏറ്റവും ടോപ്പിലായിരിക്കും. ടൈം കൂടുന്തോറും എന്താണ്, ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിനകത്ത് ഓർഗാനിക് മാറ്റർ ഒക്കെ കുറഞ്ഞ് അങ്ങനെ കുറേ ടൈം കഴിയുമ്പോഴേക്കും അങ്ങ് ഓർഗാനിക് മാറ്റർ ഒട്ടും ഇല്ലാതായി മാറും. അതാണ് ഈ ഗ്രാഫ് ഇങ്ങനെ ഒന്ന് ഡിഗ്രീസ് ആയിട്ട് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പം ടൈം t=0 ഇത് LT എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം T എന്ന് പറഞ്ഞാൽ ടൈം എന്നാണല്ലോ, അപ്പം LT ആണ്. അപ്പം ടൈം 0 ആയിരിക്കുമ്പോൾ L0 എന്ന് വരും. അപ്പം നമുക്ക് അതിന് വേണമെങ്കിൽ വെറും L എന്ന് എഴുതാമല്ലോ. അപ്പം LT എന്ന് പറയുന്നത് L ആണ്. എപ്പോഴാ? അറ്റ് t=O, ദാറ്റ് ഈസ് അറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടൈം t0 ആയിരിക്കുമ്പം LTയുടെ വാല്യൂ ജസ്റ്റ് L എന്ന് തന്നെയാണ്. ഓക്കെ, പിന്നെ ഇപ്പം നോക്കുക, അറ്റ് എനി ടൈം t, ഏതൊരു ടൈം t എടുക്കുവാണെങ്കിൽ ആ കറസ്പോണ്ടിങ് ഓർഗാനിക് മാറ്റർ നമുക്ക് LT എന്ന് പറയാം അല്ലേ. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കേർവിൽ നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വാല്യൂ നോക്കുമ്പോൾ കറക്റ്റ് ആ ടൈമിൽ LTയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ദസ് at a certain temperature the rate of deoxygenation is assumed to be directly proportional to the amount of organic matter present in sewage at that time, that is, ഇപ്പൊ നമ്മൾ ഈ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യമില്ലേ, റേറ്റ് ഓഫ് ഡിയോക്സിജനേഷന്റെ കാര്യം, അതിനെ പറ്റിയാണ് പറയുന്നത്. റേറ്റ് ഓഫ് ഡിയോക്സിജനേഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ പ്രസന്റ്. എന്ന് വെച്ചാൽ എന്തുമാത്രം ഓക്സിജൻ അതിൽ കൺസ്യൂം ചെയ്തു എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം, അത്രയും ഓർഗാനിക് മാറ്റർ അതിലുണ്ടെന്നല്ലേ അർത്ഥം. എന്നാണ് ഈ എഴുതിയിരിക്കുന്നത്. റേറ്റ് ഓഫ് ഡിയോക്സിനേഷൻ D/dt ഓഫ് LT. D/dt ഓഫ് LT എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു LT തന്നെയാണ്. എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഡിയോക്സിനേഷൻ അതിനെ അവരെ റെപ്രസെന്റേറ്റ് ചെയ്തിരിക്കുന്നതാണ് D/dt ഓഫ് LT. LT എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റെപ്രസെന്റേറ്റ് ചെയ്തല്ല. ഇപ്പം ഓക്സിജന്റെ ആയതുകൊണ്ട് അവർ D/dt ഓഫ് O എന്നിട്ടില്ല. കാര്യം LT എന്ന് പറഞ്ഞാൽ ഓർഗാനിക് മാറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓർഗാനിക് മാറ്റർ എന്തുമാത്രം ഉണ്ട് അതനുസരിച്ച് ഓക്സിജനും വേണമല്ലോ, അപ്പൊ രണ്ടും കൂടെ അവർ സെയിം ഇട്ടു. അപ്പൊ D/dt ഓഫ് LT എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു റേറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് എന്തുമാത്രം ഓർഗാനിക് മാറ്റർ ഉണ്ട് അതിന് ഈക്വൽ ആണ്. അപ്പൊ D/dt ഓഫ് LT എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു LT എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ K കൊടുത്തു. പിന്നെ അതിൽ മൈനസ് കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് അത്രേ ഉള്ളൂ, ടൈം അനുസരിച്ച് ടൈം കൂടുന്തോറും എന്താണ് ഓർഗാനിക് മാറ്ററിന്റെ വാല്യൂ കുറയുന്നു. അതുകൊണ്ട് അവിടെ നെഗറ്റീവ് സൈൻ വന്നതേ ഉള്ളൂ. അപ്പം നെഗറ്റീവ് സൈൻ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. D/dt ഓഫ് LT ഈക്വൽ ടു -K ഇൻറ്റു LT. ഓക്കെ, അവിടെ LT എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇക്വലന്റ് ഓഫ് കാർബണേഷ്യസ് ഓക്സിഡബിൾ ഓർഗാനിക് മാറ്റർ ആണ് പ്രസന്റ് ഇൻ സീവേജ് ആഫ്റ്റർ T days ഫ്രം ദി സ്റ്റാർട്ട് ഓഫ് ഓക്സിഡേഷൻ ഇൻ മില്ലിഗ്രാം പെർ ലിറ്റർ. ഓക്കെ, അപ്പം LT എന്ന് പറയുന്നത് എന്താണ്, ഓക്സിജന്റെ വാല്യൂ തന്നെയാണ്. കാർബണേഷ്യസ് ഓർഗാനിക് മാറ്റർ എത്രയുണ്ടോ അതിന് ഈക്വൽ ആയിട്ട് ഓക്സിജൻ കാണും. ആ വാല്യൂവിന് ഈക്വൽ ആയിട്ടാണ് നമ്മൾ LT പറയുന്നത്. അതിന് നമുക്ക് മില്ലിഗ്രാം പെർ ലിറ്ററിൽ നമുക്ക് അതിനെ യൂണിറ്റ് പറയാം. ഓക്കെ, പിന്നെ അതിൽ സ്മോൾ t എന്ന് പറയുന്നത് ടൈം ഇൻ ഡേയ്സ് ആണ്. K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഒരു റേറ്റ് കോൺസ്റ്റന്റ് ആണ് സിഗ്നിഫൈങ് ദി റേറ്റ് ഓഫ് ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ആൻഡ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നേച്ചർ ഓഫ് ഓർഗാനിക് മാറ്റർ ടെമ്പറേച്ചർ. അതിന്റെ യൂണിറ്റ് ഈസ് പെർ ഡേ എന്ന് വെച്ചാൽ D⁻⁻1 എന്നാണ് Kയുടെ യൂണിറ്റ്. അത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്.
ഓക്കെ, ഇനി തൊട്ട് നമ്മൾ മുന്നേ എഴുതിയ ഇക്വേഷനാണ് ഡി ബൈ ഡി ടി എന്നാണ് കേട്ടോ. നിൽക്കാൻ നോക്കട്ടെ. ഡി ബൈ ഡി ടി ഓഫ് എൽ ടി ഈക്വൽ ടു മൈനസ് കെ എൽ ടി എന്നല്ലേ. ഓക്കെ, അതിൽ അവർ ഡി ബൈ ഡി ടി താഴത്തെ ആ ഡി ടി എന്നതിന് പകരം തൊട്ടിപ്പറയുള്ള ആ ഇക്വേഷൻ എൽ ടി ഇപ്പറേ വന്നു, ഇവിടുത്തെ ഡി ടി ഇങ്ങോട്ടും വന്നു. ഓക്കെ, ആ ടേമിൽ ഒരുമിച്ചാക്കി. അപ്പം ഡി ഓഫ് എൽ ടി ബൈ എൽ ടി ഈക്വൽ ടു മൈനസ് കെ ഡി ടി എന്നായി. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഡി ബൈ സംതിങ് എൽ ടി ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ലോഗി എൽ ടി എന്ന് കിട്ടും അല്ലേ. അതേപോലെ തന്നെ ഇൻ്റഗ്രൽ ഡി ടി എന്ന് പറയുന്നത് മൈനസ് കെ അവിടെ കോൺസ്റ്റന്റ് ആണല്ലോ, അത് മൈനസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി ടി എന്ന് പറയുന്നത് ടി എന്ന് കിട്ടും പ്ലസ് സി അല്ലേ. അതിൽ സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആയിട്ട് വന്നതാണ്. അതിന്റെ വാല്യൂ നമുക്ക് ഇനി ബൗണ്ടറി കണ്ടീഷൻ കൊടുത്താലേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ ആയത് വെൻ ടി ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ടിയുടെ വാല്യൂ 0 ആകുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു, സ്റ്റാർട്ട് ആണല്ലേ ആ സമയം. എൽ ടി എന്ന് പറയുന്നത് L0 ആകും എന്ന് വെച്ചാൽ അത് L ആണെന്ന് എഴുതാം. ഓക്കെ, ആ എൽ ടി ഈക്വൽ ടു L എന്നൊരു വാല്യൂ, എൽ ടി ഈക്വൽ ടു L എന്ന വാല്യൂ അറിയാലോ, എൽ ടി ഈക്വൽ ടു L. അത് ആ ഒരു വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഈ ഇക്വേഷനോട്ട്. വി ഹാവ് എന്ന് വെച്ചാൽ ടി ടൈം 0 ആയിരിക്കുമ്പോൾ ടി ഈക്വൽ ടു 0 എന്നാവും എൽ ടിയുടെ വാല്യൂ, അപ്പോൾ L എന്നും ആവും. ലോഗി L ഈക്വൽ ടു കെ ഇൻറ്റു 0 പ്ലസ് സി എന്നാവും. ഇതിൽ നിന്ന് ഈ ഒരു ടേം 0 ആയി പോകും അല്ലെ, കെ ഇൻറ്റു 0 ആയി പോകും. ബാക്കി സി ഈക്വൽ ടു ലോഗി ഇൻറ്റു L എന്ന് വരും. ഓക്കെ, ആ വാല്യൂടെ നമ്മൾ നമ്മുടെ മെയിൻ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിയുടെ പകരം ലോഗി എൽ എന്നായി. ഈ ലോഗി ഇ എൽ എന്ന് പറയുന്നത് ഇപ്പുറത്തോട്ട് വരും, അപ്പോൾ അത് നെഗറ്റീവ് ലോഗി എൽ ബാക്കി ടേംസിൽ എഴുതി. ഇനി ലോഗ് എ മൈനസ് ലോഗ് ബിനെ ലോഗ് എ ബൈ ബി എന്ന് എഴുതാം. ആ ഒരു ഇതിൽ ലോഗി ഈക്വൽ ടു ലോഗി എൽ ടി ബൈ എൽ ഈക്വൽ ടു മൈനസ് കെ ടി എന്ന് എഴുതി. ഈ ലോഗ് ഈ ടേംസിലല്ലേ, നമുക്ക് ലോഗ് 10 വേണം. അപ്പം 2.303 ലോഗ് 10 എൽ ടി ബൈ എൽ ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ടി എന്നാവും. ഇനി 2.3 എന്ന് പറയുന്നത് ഇങ്ങോട്ട് താഴോട്ട് ഡിവൈഡ് ആയി വന്നു ഇപ്പുറത്തെ സൈഡിലോട്ട്. അപ്പം മൈനസ് കെ ടി ബൈ 2.3. ഇതിന് നമുക്ക് 1/2.3 അല്ല, അപ്പോൾ അതിന് നമുക്ക് 0.434 കെ ഇൻറ്റു ടി എന്ന് എഴുതാം. മൈനസ് ഉണ്ട്. ഓക്കെ, ഇതിലെ ആ 0.434 കെ ആ വാല്യൂടെ നമുക്ക് കെ ഡി വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, കെ ഡി എന്ന് പറയുന്നത് ഒരു ഡി ഓക്സിജനേഷൻ കോൺസ്റ്റന്റ് ആണ്. കാര്യം നമുക്ക് ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ കെ ഡിയുടെ വാല്യൂ ആയിരിക്കും തരുന്നത്. ഓക്കെ, ആ കെ ഡി എന്ന് പറയുന്നത് 0.434 ഇൻറ്റു കെയുടെ ആ ഒരു വാല്യൂ ആണ്. ഓക്കെ, അപ്പം ആ ഒരു 0.434 കെക്ക് പകരം നമ്മൾ അത്രയും ടേമിന് പകരം നമ്മൾ കെ ഡി എന്നിട്ടു. ഓക്കെ, അപ്പോൾ ആ കെ ഡി എന്ന് പറയുന്നത് ഡി ഓക്സിജനേഷൻ കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ബിഒഡി റേറ്റ് കോൺസ്റ്റന്റ്, അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ. ബിഒഡി റേറ്റ് കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ അത് കെ ഡി ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ നമ്മളിവിടെ കൊടുത്തു, മൈനസ് കെ ഡി ഇൻറ്റു ടി എന്നായി. ലോഗ് 10 എന്ന ടേം അല്ലേ, അപ്പം നമുക്ക് ലോഗ് 10 മാറ്റണം എന്ന് വെച്ചാൽ ആൻറ്റി ലോഗ് പോലെ വരണം. അപ്പോൾ അത് എൽ ടി ബൈ എൽ ഇത് ഇപ്പുറത്തോട്ട് വരുമ്പോഴേക്കും 10 ഈ വാല്യൂ കൊടുക്കുക, 10 മൈനസ് കെ ഡി ഇൻറ്റു ടി. നമ്മുടെ കാൽക്കുലേറ്ററിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിനകത്ത് നിങ്ങൾ ലോഗ് എന്നൊരു വാല്യൂ ഉണ്ടല്ലോ, അതിൻ്റെ മേളിൽ ഷിഫ്റ്റ് ആ ഒരു ബട്ടൺ ഞെക്കിയാൽ നമുക്ക് 10 നമുക്ക് എത്രയാണ് ക്വസ്റ്റ്യനിൽ ഇപ്പം 10⁻³ എന്നാണെങ്കിൽ ആ 10 കൊടുക്കണം. അല്ലാതെ നമ്മൾ സാധാ 10⁻² എന്നൊക്കെ കൊടുക്കുന്നതല്ല. ലോഗ് 10 എന്നൊരു വാല്യൂ നമ്മുടെ കാൽക്കുലേറ്റർ കാണും, അതിൻ്റെ ഷിഫ്റ്റ് ആ ലോഗ് ബട്ടൺ ഞെക്കി കഴിയുമ്പോഴേക്കും നമുക്ക് 10⁻² എന്ന സാധനം വരും. അത് ആൻറ്റി ലോഗ് ആണോ, അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ അപ്പം എൽ ടി ബൈ എൽ ഈക്വൽ ടു 10 ഇങ്ങനെ ഒരു ഇക്വേഷൻ എത്തിയല്ലോ. ഇതിൽ എൽ എന്ന് പറയുന്നത് ഓർഗാനിക് മാറ്റർ പ്രസന്റ് അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് ദി ബിഒഡി റിയാക്ഷൻ ആണ്. അത് നമുക്ക് ഓക്സിജൻ ഇക്വലന്റ് ആയിട്ട് പറയാം. അതുപോലെ എൽ ടി എന്ന് പറയുന്നത് ഓർഗാനിക് മാറ്റർ ലെഫ്റ്റ് ആഫ്റ്റർ ടി ഡേയ്സ് കഴിയുമ്പോൾ ഉള്ള ഓർഗാനിക് മാറ്റർ, വിച്ച് മീൻസ് ദാറ്റ് ഡ്യൂറിങ് ടി ഡേയ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് ഓർഗാനിക് മാറ്റർ ഓക്സിഡൈസ്. അപ്പോൾ ആ അത്രയും ദിവസം കൊണ്ട് ടി ഡേയ്സ് എത്രയും നമുക്കറിയില്ല, അത്രയും ദിവസം കൊണ്ട് എന്തുമാത്രം ഓർഗാനിക് മാറ്റർ ഓക്സിഡൈസ് ചെയ്തു എന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇനീഷ്യലി എൽ ഉണ്ടായിരുന്നു, ടി ഡേയ്സ് കഴിഞ്ഞപ്പോൾ എൽ ടി ഉണ്ടാവും. അപ്പം എന്തുമാത്രം ഓക്സിഡൈസ് ആയതെന്നുള്ളത് എൽ മൈനസ് എൽ ടി ചെയ്താൽ മതിയല്ലോ അല്ലേ. ഇഫ് വൈ ടി റെപ്രസെന്റ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ഓക്സിഡൈസ്ഡ് ഇൻ ടി ഡേയ്സ്, അതിനെ വൈ ടി വെച്ചിട്ടാണ്, വൈ ടി എന്നൊരു ടേം വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ന് വെച്ചാൽ എന്താണ്, ബിഒഡി ആണ്. അപ്പം വൈ ടി ഈക്വൽ ടു ഇപ്പൊ പറഞ്ഞ എൽ മൈനസ് എൽ ടി ആണെങ്കിൽ ഈ ഇക്വേഷനകത്ത് എൽ കോമൺ ആയിട്ട് എടുത്താൽ, ടേക്കിംഗ് എൽ ഔട്ട് ഓഫ് ദി ബ്രാക്കറ്റ്, ഈ രണ്ട് ടേമിൽ നിന്ന് എൽ പുറത്തെടുക്കുമ്പോൾ 1 - LT/L എന്ന് എഴുതാം അല്ലേ. അതിലെ ഈ എൽ
ബ്രാക്കറ്റിൽ നിന്ന് പുറത്തോട്ട് എടുത്ത എല്ലിന് നമുക്ക് ഇതിന് താഴോട്ട് ഡിവൈഡ് ബൈ ഇട്ടാൽ YT/L = 1 - LT/L. ഓക്കെ, ഇതിൽ LT/L ഇപ്പുറത്തോട്ടും YT/L ഇപ്പുറത്തോട്ടും വരുമ്പോഴേക്കും ഇങ്ങനെ ഇക്വേഷൻ LT/L = 1 - YT/L. നമുക്ക് തൊട്ട് മുന്നേ നമ്മളൊരു LT/L എന്ന് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു അല്ലേ. അവിടെ ഈ LT/L പകരം 1 - YT/L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം ഇങ്ങനെ ഇക്വേഷൻ. ഇതിൽ YT/L = ഈ 1 YT/L എന്ന് പറയുന്നത് ഇപ്പുറത്തോട്ടും, അതാണല്ലോ നെഗറ്റീവായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് അപ്പുറത്തോട്ട് വരുന്ന ഈ ഒരു ടേം ഇങ്ങോട്ട് വരുമ്പോഴേക്കും YT/L = 1 - 10⁻⁻⁻ KD × T. ഇങ്ങനെ ഇക്വേഷൻ വരും. ഇതിൽ നമുക്ക് YT = L × എന്നാവും. ബ്രാക്കറ്റിനകത്തോട്ട് ഇപ്പുറത്തോട്ട് YT = L × 1 - 10⁻⁻⁻ KD × T. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ ഇപ്പം നമ്മൾ എഴുതിയതല്ല, ഇപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും എപ്പോഴും പ്രോബ്ലം ചെയ്യാനേ ചോദിക്കത്തുള്ളൂ. ഇൻ കേസ് ഫസ്റ്റ് സ്റ്റേജ് BODയുടെ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് ഇക്വേഷൻ എഴുതാൻ പറയുവാണെങ്കിൽ ഗ്രാഫൊക്കെ വരച്ച് എഴുതേണ്ടി വരും. അപ്പം പഠിക്കണം. ഓക്കെ, എന്തായാലും ഇക്വേഷൻ മസ്റ്റായിട്ട് പഠിക്കുക. YT എന്ന് വെച്ചാൽ T ഡേയ്സ് കഴിയുമ്പോൾ ഉള്ള BOD എന്ന് പറയുന്നത് L എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ ആയിട്ടുള്ള ഓക്സിജന്റെ വാല്യൂ 1 - 10⁻⁻ KD. KD എന്ന് പറയുന്നത് എന്താണ്? ഡീഓക്സിഡേഷൻ കോൺസ്റ്റന്റ് × ടൈം ഡേയ്സിൽ. ഓക്കെ, ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. അതാണ് നമുക്ക് ഓക്സിജൻ അബ്സോർഡ് ഇൻ T ഡേയ്സിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ BOD ഓഫ് T ഡേയ്സ് എത്രയാണെന്ന് വെച്ചാൽ 5 ഡേ ആണെങ്കിൽ BOD ഇൻ 5 ഡേയ്സ് കിട്ടും. അപ്പം നമ്മൾ YTക്ക് പകരം Y5 = 2 എന്ന് പറഞ്ഞ് എഴുതാറ്. ഓക്കെ, ദ അൾട്ടിമേറ്റ് ഫസ്റ്റ് സ്റ്റേജ് BOD YU വുഡ് ബി ഒബ്റ്റെയിൻ ഫ്രം ദി എബോ ഇക്വേഷൻ. നമുക്ക് ഇനിയിപ്പം അൾട്ടിമേറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജിന്റെ ഏറ്റവും എൻഡ് ഉണ്ടല്ലോ, അൾട്ടിമേറ്റ്. അപ്പോൾ അത് നമ്മൾ YU അൾട്ടിമേറ്റ് ആയതുകൊണ്ട് YU വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പം YU എന്ന് പറയുന്നത് അവിടെ നമുക്ക് എന്താണ്, എത്ര ഡേയ്സ് ഉണ്ടെന്ന് നമുക്കപ്പോൾ കൃത്യം പറയാൻ പറ്റില്ല. അപ്പം YU എന്ന് വിളിച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യെങ്കിലും അവിടുത്തെ Tയുടെ വാല്യൂ, ടൈമിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്, നമുക്കറിയില്ല. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷനകത്ത് YU = L × 1 - 10⁻⁻ KD × Tക്ക് പകരം നമ്മൾ ഇൻഫിനിറ്റി കിട്ടും. ഓക്കെ, നോക്കിയാൽ അപ്പം -KD × ഇൻഫിനിറ്റി പറഞ്ഞാൽ എന്തോ ഒരു ഇൻഫിനിറ്റി വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ 10⁻⁻⁻ എന്ന് വരും. അപ്പോൾ അത് നമുക്ക് 1/10⁻⁻ എന്ന് എഴുതാം അല്ലേ. 1/∞ എന്ന് പറയുന്നത് എന്താ? 0 ആണ് അല്ലേ. അപ്പം L × 1 എന്നാവും. ഓക്കെ, അപ്പം YU = L എന്ന് വരും. എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ഫസ്റ്റ് സ്റ്റേജ് BOD എന്ന് പറയുന്നത് ഇനീഷ്യൽ വാല്യൂ തന്നെയായിരിക്കും, ഇനീഷ്യൽ Lന്റെ വാല്യൂ തന്നെയായിരിക്കും. ഹെൻസ് ദ അൾട്ടിമേറ്റ് ഫസ്റ്റ് സ്റ്റേജ് BOD YU of a given sievage is equal to the initial oxygen equivalent of the organic matter present in this sievage. This is a fixed quantity and does not depends upon temperature. അപ്പോൾ ആ ഒരു വാല്യൂ ടെമ്പറേച്ചർ അനുസരിച്ച് മാറത്തില്ല, അത് ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ YU കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ അത് അതിൻ്റെ അർത്ഥം L കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ എന്നാണ് അർത്ഥം. ഓക്കെ, the value of KD forever determines the speed of the BOD reaction without influencing the ultimate BOD. അപ്പം KD എന്നതിന്റെ വാല്യൂ വെച്ച് നമുക്ക് ആ BOD റിയാക്ഷന്റെ സ്പീഡാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കാം. BOD ഓഫ് T ഡേയ്സ്, ടൈം ഇൻ ഡേയ്സ് വെച്ചിട്ട് പല പല KD വാല്യൂവിൽ എന്ന് വെച്ചാൽ വാല്യൂ മാറും തോറും അത്രയും പെട്ടെന്ന് അത് ഇങ്ങനെ ചെറിയൊരു വാല്യൂ ആണ് KD ഇടെങ്കിൽ അത്രയും സമയം കൊണ്ടായിരിക്കും അൾട്ടിമേറ്റിൽ എത്തുന്നത്, BOD റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. കുറച്ചുകൊണ്ട് വലിയ വാല്യൂ ആണെങ്കിൽ അതനുസരിച്ച് എത്തും. അടുത്ത വാല്യൂവിൽ ഇപ്പം YU എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് മീൻസ് അൾട്ടിമേറ്റ് ആണ്, അതിലെത്താനാണ്. അപ്പം പല KD വാല്യൂവിൽ പല രീതിയിലായിരിക്കും അത് BOD റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. സ്പീഡ് മാത്രമാണ് ഈ KD വാല്യൂവിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് ടു വേരി വിത്ത് ടെമ്പറേച്ചർ ഓഫ് എ സീവേജ് ആൻഡ് ദിസ് റിലേഷൻ ഈസ് അപ്രോക്സിമേറ്റ്ലി ഗിവൺ ബൈ ദി ഇക്വേഷൻ. അപ്പം KDയുടെ വാല്യൂവിന് ഒരു ഇക്വേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. KD at T ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു 20 ഡിഗ്രി സെൽഷ്യസിന്റെ KD കാണത്തുള്ളൂ. അപ്പം നമുക്കൊരു 30 ഡിഗ്രി സെൽഷ്യസിന്റെ KD കണ്ടുപിടിക്കണമെങ്കിൽ അതിനൊരു ഇക്വേഷൻ വേണ്ടേ. എല്ലാ വാല്യൂവും നമുക്ക് ക്വസ്റ്റിനകത്ത് തരാറില്ല. അപ്പോൾ KD 20 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ KD 30 ഡിഗ്രി സെൽഷ്യസ് കണ്ടുപിടിക്കണമെങ്കിൽ KD at T ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ എത്ര വേണമെങ്കിലും 30യുടെയോ 40യുടെയോ 50യുടെയോ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു വാല്യൂ തന്നിരിക്കണം. അപ്പം KD at T ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ KD at 20 degree Celsius into 1.047 raised to T minus 20 degree Celsius. അപ്പം എത്രയാണോ കണ്ടുപിടിക്കേണ്ടത് അത് അറിയണമെങ്കിൽ 20 ഡിഗ്രി സെൽഷ്യസിന്റെ
കെ ഡിയുടെ വാല്യൂ അറിഞ്ഞിരിക്കാം. എന്നിട്ട് ഈക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, കെ ഡി അറ്റ് 20°C എന്ന് പറഞ്ഞാൽ ഡി ഓക്സിഡേഷൻ കോൺസ്റ്റന്റ് അറ്റ് 20°C എന്നാണ്. ഓക്കെ, T°C എന്ന് പറയുമ്പോൾ ആ T°C ഡി ഓക്സിഡേഷൻ വാല്യൂ, കെ ഡിയുടെ വാല്യൂ കണ്ടു. ഓക്കെ, അപ്പം ഈ ടേബിളിൽ കാണിക്കുന്നത് കെ ഡി അറ്റ് 20°C ഫോർ വേരിയസ് ടൈപ്സ് ഓഫ് വാട്ടർ ആൻഡ് വേസ്റ്റ് വാട്ടർ ആണ്. അപ്പം ടാപ്പ് വാട്ടർ ആകുമ്പോൾ കെ ഡിയുടെ വാല്യൂ, ഇത് 20°C കെ ഡിയുടെ വാല്യൂ ആണ്. പെർ ഡേയിലായിരിക്കുമല്ലോ അതിൻ്റെ യൂണിറ്റ്. സർഫസ് വാട്ടർ ആകുമ്പോൾ, മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ ആകുമ്പോൾ ഉള്ള വാല്യൂസ് ആണ്. ഓക്കെ, ഈ ഒരു കേർവ് ഇമ്പോർട്ടൻ്റ് ആണ്. BOD കേർവ്, ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു കേർവിൽ ഡിനോട്ട് ചെയ്തിരിക്കുകയാണ്. Y ആക്സസിൽ BOD ഇൻ PPM, X ആക്സസിൽ ടൈം ഇൻ ഡേയ്സിൽ Tയുടെ വാല്യൂ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കേർവ് ഇങ്ങനെ ഒരു റൈസ് ചെയ്ത് പോകുന്നു, പിന്നെ അങ്ങ് കോൺസ്റ്റൻ്റ് ആയി പോകും, പിന്നെ അവിടെ നിന്ന് പിന്നെ റൈസ് ചെയ്ത് പോകുന്നു. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ആദ്യം ഉള്ളത് ഫസ്റ്റ് സ്റ്റേജ് BOD അല്ലെങ്കിൽ കാർബണേഷ്യസ് ഡിമാൻഡോ BOD എന്നോ കാർബണേഷ്യസ് BOD എന്നൊക്കെ വേണേൽ പറയാം. പിന്നെ സെക്കൻഡ് സ്റ്റേജിലാണ് നൈട്രിഫിക്കേഷൻ ഡിമാൻഡ് അല്ലെങ്കിൽ നൈട്രോജനിയസ് ഡിമാൻഡ്, സെക്കൻഡ് സ്റ്റേജ് ഡിമാൻഡ് എന്നോ അങ്ങനെ പറയാം. ഓക്കെ, ഈ കേർവിൽ OAB ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് കാർബണേഷ്യസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ A തൊട്ട് C വരെയുള്ളതാണ് സെക്കൻഡ് സ്റ്റേജ്. OAC ഇതിന് മൊത്തത്തിൽ നമുക്ക് എന്താ പറയാം, കമ്പൈൻഡ് BOD കേർവ് ആണ് അല്ലെ. കേർവ് ഫോർ കമ്പൈൻഡ് ഡിമാൻഡ് ഓർ കമ്പൈൻഡ് BOD കേർവ്. ഓക്കെ, ഇപ്പം ഈ കേർവ് വരയ്ക്കാൻ പഠിക്കുക. ഇപ്പം തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം തന്നെ സിമ്പിളായിട്ട് കാണിച്ചിരിക്കുകയാണ്. BOD എക്സേർട്ടഡ് എന്ന് വെച്ചാൽ BOD എന്തുമാത്രം എടുത്തു, താഴത്തത് ടൈം ഇൻ ഡേയ്സ് ആണെങ്കിൽ ആദ്യം ഉള്ള കേർവ് റൈസ് ചെയ്തിട്ട് പിന്നെ കോൺസ്റ്റന്റ് ആയി മാറുന്നതാണ് കാർബണേഷ്യസ്, പിന്നീട് വരുന്നതാണ് സെക്കൻഡിൽ വരുന്നത് നൈട്രിഫിക്കേഷൻ ഡിമാൻഡ്. തൊട്ട് മുന്നേ കാണിച്ച കേർവ് തന്നെ ചുമ്മാ സിമ്പിളായിട്ട് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ BOD ടെസ്റ്റ് ചെയ്യുമെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. ഇറ്റ് മെഷേഴ്സ് ഓൺലി ദി ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ അല്ലേ. BOD എന്ന് പറയുന്നത് ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ മാത്രമേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതേപോലെ തന്നെ ഇതിന്റെ ടൈം എന്ന് പറയുന്നത് കുറച്ച് ലോങ് ആണ്, 5 days ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും റിസൾട്ട് കിട്ടണമെങ്കിൽ. പിന്നെ പ്രീ ട്രീറ്റ്മെന്റ് ഇസ് നീഡഡ് ഇഫ് ദി സാമ്പിൾ കണ്ടെയ്ൻ ടോക്സിക് വേസ്റ്റ്. ഇപ്പൊ പറയുന്നത് നമ്മൾ എടുക്കുന്ന വേസ്റ്റ് വാട്ടറിനകത്ത് ടോക്സിക് വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അത് പ്രീ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടേ നമുക്ക് BOD ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നൈട്രിഫൈങ് ബാക്ടീരിയ അത് ഇന്റർഫറൻസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇന്റർഫറൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ BODയുടെ വാല്യൂ അങ്ങ് ഹയർ വാല്യൂ ആയിപ്പോവും. അപ്പോൾ പിന്നെ അത് ആദ്യമേ അവോയ്ഡ് ചെയ്യണം. It is essential to have high concentration of active bacteria present in the sample. ഇപ്പോൾ ഈ BOD ടെസ്റ്റ് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ആക്റ്റീവ് ബാക്ടീരിയ അതനുസരിച്ച് ഹൈ കോൺസെൻട്രേഷനിൽ വേണ്ടി വരും സാമ്പിളിനുള്ളിൽ. ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. ഇനിയും അടുത്തത് COD എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടെസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടില്ല, ജസ്റ്റ് അറിഞ്ഞു വെക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം BOD ടെസ്റ്റ് എന്ന് പറയുന്നത് മിനിമം 5 days വേണ്ടി വരും കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. ആൻഡ് ഡ്യൂ ടു ദിസ് ഇറ്റ് ഈസ് നോട്ട് വെരി യൂസ്ഫുൾ ഇൻ കൺട്രോൾ ഓഫ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ്. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് പ്രോസസ്സിൽ എപ്പോഴും നമുക്ക് ഈ BOD കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറേ ടൈം കൺസ്യൂമിംഗ് ആണ്. ആൻഡ് ഓൾട്ടർനേറ്റീവ് ടെസ്റ്റ് ഇസ് COD ടെസ്റ്റ്. അപ്പോൾ അതിന് പകരം COD ടെസ്റ്റ് വേണം നമുക്ക് ചെയ്യാം. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് എസ് എ മീൻസ് ഓഫ് മെഷറിംഗ് ദി എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വേസ്റ്റിനുള്ളിലുള്ള ഓർഗാനിക് മാറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി യൂസ് ടു മെഷർ ബോത്ത് ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ ആണല്ലോ അല്ലേ. നമ്മൾ COD എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പം അതിൽ നമുക്ക് COD ടെസ്റ്റ് ചെയ്താൽ ബയോഡിഗ്രേഡബിളിൻ്റെ ഓർഗാനിക് മാറ്ററിൻ്റെയും നോൺ ബയോഡിഗ്രേഡബിൾ ഓർഗാനിക് മാറ്ററിൻ്റെയും എന്തുമാത്രം ഓക്സിജൻ വേണ്ടി വരും എന്ന് അറിയാൻ പറ്റും. COD ടെസ്റ്റ് ടേക്സ് 3 hours ഇൻ കമ്പാരിസൺ ടു 5 days ഫോർ BOD ടെസ്റ്റ്. COD ടെസ്റ്റിന് ജസ്റ്റ് 3 hours മതി ആ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, മറ്റേതിൽ 5 days വേണ്ടി വരും. ഇൻ COD ടെസ്റ്റ് എ സ്ട്രോങ് chemical oxidizing agent like potassium dichromate is used in acid medium to oxidize the organic matter present in waste. അപ്പോൾ ആദ്യമേ നമ്മൾ സാമ്പിളെ ആസിഡിഫിക് ആക്കും, എന്തെങ്കിലും ആസിഡ് ആഡ് ചെയ്തിട്ട് ആസിഡിഫൈങ് മീഡിയത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ബാക്കി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. Almost all type of organic matter with a few exception can be oxidized by the action of oxidizing agent under acid condition. ഓക്കെ, അപ്പം ഒട്ടുമിക്ക വേസ്റ്റിനകത്തുള്ള ഒട്ടുമിക്ക കുറേ ഓർഗാനിക് മാറ്ററും ഈ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് അണ്ടർ ആസിഡ് കണ്ടീഷനിൽ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴേക്കും ഓക്സിഡൈസ് ആകും.
COD can be defined as the amount of oxygen required to chemically oxidize organic matter using a strong oxidizing agent like potassium dichromate under acid condition. തൊട്ട് മുന്നേ പറഞ്ഞ തന്നെ ഡെഫിനിഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് 3 hours കൊണ്ട് ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്, എക്സാമ്പിൾ പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് ഉണ്ടെങ്കിൽ ആസിഡ് മീഡിയത്തിലോട്ട് ആക്കുവാണെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് 3 മണിക്കൂറിനോട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബോത്ത് ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തൊരു ടേം ആണ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന 1-2 കൂടെ ആണ് കേട്ടോ. BODയും CODയും ഇപ്പൊ പറയാൻ പോകുന്ന ഈ ടോട്ടൽ ഓർഗാനിക് കാർബണും തിയറിറ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നൊരു വാല്യൂ ഉണ്ട്. അതുമൊക്കെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിലാണ് മെയിൻലി വരുന്നത്. അപ്പം ടോട്ടൽ ഓർഗാനിക് കാർബൺ, അതിനും TOC എന്ന് പറയാം. TOC test consists of acidification of the wastewater sample to convert inorganic carbon to carbon dioxide, which is then stripped. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ സാമ്പിളിനെ, വേസ്റ്റ് വാട്ടറിനെ നമ്മൾ ആദ്യം അസിഡിഫിക്കേഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഇൻഓർഗാനിക് കാർബണെ കൺവേർട്ട് ചെയ്യാൻ പോവാണ് കാർബൺ ഡയോക്സൈഡിലായിട്ട്. ദ സാമ്പിൾ ഈസ് ദെൻ ഇൻജക്റ്റഡ് ഇൻ ടു ഹൈ ടെമ്പറേച്ചർ ഫർണസ് വെയർ ഇറ്റ് ഈസ് ഓക്സിഡൈസ്ഡ് ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. എന്നിട്ട് ആ സാമ്പിൾ നമ്മൾ ഒരു ഹൈ ടെമ്പറേച്ചർ ഫർണസിലോട്ട് ഇൻജക്ട് ചെയ്യും. അതിനുള്ളിൽ കാറ്റലിസ്റ്റ് ഉണ്ടായി. അപ്പോൾ ആ പ്രസൻസിലായിരിക്കും അത് ഓക്സിഡൈസേഷൻ നടക്കുന്നത്. The carbon dioxide that is produced is measured by means of a infrared analyzer and converted instrumentally to original organic carbon content. അപ്പം അങ്ങനെ കിട്ടുന്ന കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ ഇൻഫ്രാറെഡ് അനലൈസർ വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് അതിനെ ഇൻസ്ട്രുമെന്റലി തന്നെ അതിനെ ഓർഗാനിക് കാർബൺ കണ്ടന്റിലോട്ട് മാറ്റും. The test is accurate and correlates to BOD well. കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണ്, മൊത്തം മെഷീനുള്ളിൽ നടക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ ആക്യുറേറ്റ് ആയിരിക്കും. Certain types of organic matter are oxidizing in TOC test, so its value is less than BOD test. BOD ടെസ്റ്റിനേക്കാളും ചെറിയൊരു വാല്യൂ ആയിരിക്കും TOC ടെസ്റ്റിൽ കിട്ടുന്നത്. For a typical domestic waste, BOD5/TOC ratio varies from 1 to 1.6. TOC is not widely used because of cost of the instrument and the skill necessary in its operation. അപ്പം ഈ ഒരു ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ആ ഒരു വലിയ ഇൻസ്ട്രുമെന്റ് വേണം. അപ്പം അതിനനുസരിച്ച് അതിന് കോസ്റ്റ് ആവും. പിന്നെ സ്കിൽ നന്നായിട്ട് അത് യൂസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ടോട്ടൽ ഓർഗാനിക് കാർബൺ എന്തുമാത്രം ഉണ്ടെന്നുള്ളത്, നമുക്ക് വേസ്റ്റിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു പറഞ്ഞ മെത്തേഡിൽ വെച്ച് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇനി അടുത്തത് തിയറിറ്റിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അതിനെ THOD എന്ന് പറയാം. The oxygen required to oxidize the organic matter present in a given wastewater can be theoretically computed. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് ഓർഗാനിക് മാറ്റർ എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ എക്സ്പെരിമെന്റ് വെച്ചിട്ട് BOD COD വെച്ചിട്ട് കണ്ടുപിടിക്കുമായിരുന്നു. ഇനി ഇതൊന്നും അല്ലാതെ വേണമെങ്കിൽ നമുക്ക് തിയറിറ്റിക്കലി ജസ്റ്റ് ഇക്വേഷൻസ് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഓർഗാനിക് മാറ്റർ കണ്ടുപിടിക്കാം. മീൻസ് ഓക്സിജൻ എന്തുമാത്രം വേണം എന്നുള്ളത് കണ്ടുപിടിക്കാം. ഇഫ് ദി ഓർഗാനിക്സ് പ്രസന്റ് ഇൻ ദി വേസ്റ്റ് വാട്ടർ ആർ നോൺ, വേസ്റ്റ് വാട്ടറിനകത്തുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് അറിയാമെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ദസ് ഇഫ് ദി കെമിക്കൽ ഫോർമുലാസ് ആൻഡ് ദി കോൺസെൻട്രേഷൻ ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ് പ്രസന്റ് ആർ known to us, we can easily calculate the theoretical oxygen demand of each of these compounds by writing the balance reaction for the compound with the oxygen to produce carbon dioxide and water and other organic compounds. ഓക്കെ, അപ്പം നമുക്ക് നമ്മൾ എടുക്കുന്ന സാമ്പിളിനുള്ളിൽ ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ കെമിക്കൽ ഫോർമുലയും അതിന്റെ കോൺസെൻട്രേഷനും അറിയാമെങ്കിൽ പിന്നെ നമുക്ക് നമ്മൾ +2 പഠിച്ച പോലെ ആ ഒരു ബാലൻസ് റിയാക്ഷൻ എഴുതിയിട്ട്, എന്ന് വെച്ചാൽ ഇന്ന കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കാർബൺ ഡയോക്സൈഡും വാട്ടറും പിന്നെ അതനുസരിച്ചുള്ള ബാക്കി ഓർഗാനിക് കോമ്പൗണ്ടും കിട്ടും എന്നുള്ളൊരു ബാലൻസ്ഡ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലുള്ള ഓക്സിജൻ എന്തുമാത്രം വേണ്ടി വരും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് തിയറിറ്റിക്കലി വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇഫ് ദ കോൺസെൻട്രേഷൻ ആൻഡ് കെമിക്കൽ ഫോർമുല ആർ നോൺ ടു അസ്. But in actual practice, it is virtually impossible to know the details of compounds. പക്ഷെ അത് ഡീറ്റെയിൽസ് ഓരോ കോമ്പൗണ്ടിൻ്റെയും ഡീറ്റെയിൽസ് അറിയാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ BOD അല്ലെങ്കിൽ CODയിലോട്ട് പോകുന്നത്. അടുത്തത് ഇപ്പം ഇത്രയും നമ്മൾ കെമിക്കൽ കാറ്റലിസിസിന്റെ കാര്യങ്ങളും അതിന്റെ ഡെറിവേഷനും ഒക്കെ ആയിരുന്നു പറഞ്ഞത്. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ബയോളജിക്കൽ കാറ്റലിസിസ്. എന്ന് വെച്ചാൽ വേസ്റ്റ് വാട്ടറിനകത്തുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഡൊമസ്റ്റിക് സീവേജ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ഓർ animal microorganism and the biological characteristics of sewage is related to the presence of these microorganisms. Okay, these microorganisms whose presence is 20 to 25 million numbers in a liter of sewage may be pathogenic, indicator organism, etc. The main source of pathogenic microorganism is excreta from sick people, and these organisms require living tissues to grow and reproduce and harmful to man. Okay, അപ്പം ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടറിനകത്ത് ആനിമൽസിൻ്റെ ഒക്കെ പ്രസൻസും പ്ലാന്റ്സിൻ്റെ ഒക്കെ പ്രസൻസും പിന്നെ മൈക്രോ ഓർഗാനിസംസും ഉണ്ട്. ഇത് പാത്തോജനിക് ആണ്. ഇത് കൂടുതലും വേസ്റ്റ് വാട്ടറിനകത്ത് വരുന്നത് എസ്ക്രീറ്റ, ഹ്യൂമൻസിൻ്റെ എസ്ക്രീറ്റ ത്രൂ ആയിരിക്കും വരുന്നത്.
ഓക്കെ, ദ മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു അക്വറ്റിക് പ്ലാന്റ്സ് ആകാം, അക്വറ്റിക് ആനിമൽസ് ആകാം, അക്വറ്റിക് ഫംഗി, ബാക്ടീരിയ, വൈറസ് ഒക്കെ ആകാം. അക്വറ്റിക് പ്ലാന്റ്സ് എന്ന് പറയുമ്പം ഈ ആൽഗയൊക്കെ വരും. അക്വറ്റിക് ആനിമൽസ് പറയുമ്പോൾ ഫിഷ്, സ്നെയില്, ബാക്കി വെള്ളത്തിലുള്ള ഹൈഡ്രയൊക്കെ. അക്വറ്റിക് ഫംഗി അല്ലെങ്കിൽ ബാക്ടീരിയ, വൈറസ് എന്ന് പറയുന്നതും ഈ അക്വറ്റിക് പ്ലാന്റിൽ വരുന്നതാണ്. നമുക്ക് കുറച്ചുകൂടെ കാറ്റഗറൈസ് ചെയ്തേ ഉള്ളൂ സെപ്പറേറ്റ്ലി. ഇതെല്ലാം ഡിസീസ്, ഓരോ അസുഖങ്ങൾക്കും റെസ്പോൺസിബിൾ ആണ്. ദ ബാക്ടീരിയ വിച്ച് നീഡ് ഫ്രീ ഓക്സിജൻ ടു സർവൈവ്, അത് നമ്മൾക്ക് എയറോബിക് ബാക്ടീരിയ എന്ന് പറയാം. ഓക്സിജൻ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റുന്നത് ആനറോബിക് ബാക്ടീരിയ ആണ്. ഇൻ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഫ്രീ ഓക്സിജൻ സർവൈവ് ചെയ്യാൻ പറ്റുന്നത് ഫാക്കൽറ്റേറ്റീവ് ബാക്ടീരിയ ആണ്. അപ്പം സീവേജിനുള്ളിൽ ഡീകമ്പോസിഷൻ നടക്കണമെങ്കിലും ഈ ബാക്ടീരിയയുടെ പ്രസൻസ് വേണം. ഓക്കെ, അപ്പം ബാക്ടീരിയാസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇപ്പം 2 ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ് സാധാരണ സീവേജിൽ കാണുന്നത്. ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയയും റിയൽ സീവേജ് ബാക്ടീരിയയും. അതിൽ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയ എന്താണെന്ന് വെച്ചാൽ നോൺ പാത്തോജനിക് ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയ ആർ നോർമൽ ഫ്ലോറ ഓഫ് ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ക് ഓഫ് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് ആൻഡ് എൻ്റർ ഇൻ ടു സീവേജ് ടുഗദർ വിത്ത് സ്റ്റൂൾ. എന്ന് വെച്ചാൽ മനുഷ്യരുടെയും ആനിമൽസിൻ്റെയും ഇൻഡസ്റ്റൈനിലുള്ളതാണ് ഈ ഒരു ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇത് നോൺ പാത്തോജനിക് ആണ്. ഇത് നമ്മൾ എക്സ്ക്രീറ്റ ഒരു വേസ്റ്റിൽ നിന്നാണ് വെള്ളത്തിലോട്ട് ചെല്ലുന്നത്. എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ നോൺ പാത്തോജനിക് ആയിട്ടുള്ള ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയ എക്സാമ്പിൾസ് ആണ് ഫീക്കൽ കോളിഫോം, ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കി, ക്ലോസ്ട്രീഡിയം ഫെർജിന എക്സെട്ര. അങ്ങനെ പല പല പേരുകളുണ്ട്, പല പല ടൈപ്പുകളുണ്ട്. പാത്തോജനിക് ഇൻഡസ്റ്റൈൻ, ഈ പാത്തോജനിക് ആയിട്ടുള്ള ഉള്ളതും ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് സാൽമോണല്ല, ഷിഗല്ല, വിബ്രിയോ, കോളറേ. ഇതെല്ലാം സീവേജിലോട്ട് എത്തുന്നത് ഈ പറഞ്ഞ അസുഖങ്ങൾ. ഇപ്പോൾ കോളറ ഉള്ള ആളുടെ ബ്ലഡിൽ മീൻസ് അവരുടെ വേസ്റ്റിനകത്താണ് വിബ്രിയോ കോളറേ എന്ന ബാക്ടീരിയ കാണുന്നത്. അപ്പം അങ്ങനെ ഓരോ പേഷ്യൻസിന്റെ സ്റ്റൂൾ അല്ലെങ്കിൽ വേസ്റ്റ് എക്സ്ക്രീറ്റയിൽ നിന്നാണ് ഇതെല്ലാം സീവേജിലോട്ട് ചെല്ലുന്നത്. ഓക്കെ, ഇപ്പം ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയ പാത്തോജനിക്കും ഉണ്ട്, നോൺ പാത്തോജനിക്കും ഉണ്ട്. അതിനെ 1-2 എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഇനി റിയൽ സീവേജ് ബാക്ടീരിയ സീവേജിൽ തന്നെ ഉണ്ടാകുന്നതാണ്. The natural habitat of these bacteria is sewage. Both aerobic as well as anaerobic are found in sewage. Aerobic bacteria play important role in oxidation of organic matter during aerobic process. Common anaerobic bacteria includes Clostridium, Sporangium, Bifidobacterium. Okay, ഇനിയും എയറോബിക്കിൻ്റെയും എക്സാമ്പിൾ സിഗലോ, റെമിഗേറ, അങ്ങനെ കുറച്ച് ബാക്ടീരിയയുടെ പേര് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ആൽഗെ എന്ന് പറയുമ്പോൾ സം ആൽഗെ ഫൗണ്ട് ഇൻ സീവേജ് ഇൻക്ലൂഡ് ക്ലോറലോ, ഫ്ലോറിഡിയം, യുലോത്രിക്സ് എക്സെട്ര. ഇനിയും നമ്മൾ സീവേജിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഒക്കെയാണ് നമ്മൾ അടുത്ത മൊഡ്യൂൾസിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ട്രിക്ലിംഗ് ഫിൽട്ടർ എന്നൊരു ഫിൽട്ടർ ഉണ്ട്. ആ ഫിൽട്ടറിനുള്ളിലും ആൽഗേസ് കാണും. ഓക്കെ, പിന്നെ ഫംഗൈ എന്ന് പറയുമ്പോൾ ഫ്യൂസേരിയം, സ്പോറോ, ട്രിക്യം, അതെല്ലാം സീവേജിൽ കാണുന്നതാണ്. പിന്നെ വൈറസസ് ഉണ്ട്, പോളിയോ വൈറസ്. അസുഖങ്ങളുള്ള മനുഷ്യരിൽ നിന്നാണ്, അവരുടെ വേസ്റ്റിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. പോളിയോ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ, പിന്നെ പ്രോട്ടോസോവൻസ് കാണും. ഓക്കെ, ഓക്കെ നമുക്കിനിയും അപ്പം ഇപ്പം പറഞ്ഞ അത്രയായിരുന്നു എന്ത് ബയോളജിക്കൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ബയോളജിക്കൽ ക്യാരക്ടേഴ്സ്. ജസ്റ്റ് 1-2 ഓരോ വൈറസ് ആണെങ്കിലും ബാക്ടീരിയയുടെ ഒക്കെ പേര് പഠിച്ചു വെക്കുക. അടുത്ത് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പ്രോബ്ലംസ് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. BOD5 അല്ലെങ്കിൽ YT കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ KDയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ അങ്ങനെ പ്രോബ്ലംസ് വരും. അതെന്തൊക്കെയാണെന്നൊക്കെ നോക്കുമ്പോൾ 1-2-3 പ്രോബ്ലംസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഇന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ 5-day 30°C BOD of sewage sample is 110 mg/L. Calculate its 5-day 20°C BOD. Assume the deoxygenation constant at 20°C. KD at 20°C as 0.1. ഓക്കെ, അപ്പോൾ KDയുടെ വാല്യൂ അറ്റ് 20°C 0.1 പെർ ഡേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 5-day BOD at 30°C ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അല്ല, അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലേ, 110 mg/L തന്നിട്ടുണ്ട്. നമുക്ക് 20°C 5-dayയുടെ BOD ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കാര്യമൊക്കെ ഒന്ന് എടുത്തെഴുതാം അല്ലേ. KD at 20°C 0.1 പെർ ഡേ ആണ്. 0.1 പെർ ഡേ വാല്യൂ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ക്വസ്റ്റിനകത്ത് ഒരു 30°C പറയുന്നുണ്ടല്ലേ. അപ്പം നമുക്ക് KD at 30°C ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം. KD at T°C ഇക്വേഷൻ ആദ്യം എഴുതുക. KD at 20°C into 1.047 T - 20.
ഇക്വേഷൻ ആദ്യം എഴുതുക. അതിൽ KD at 20 ഡിഗ്രി സെൽഷ്യസ് 0.1 അറിയാം. പിന്നെ ഇവിടെ T-20 30-20 ഇട്ടാൽ മതി. അപ്പം നമുക്ക് അതുകൊണ്ട് കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമ്മുടെ YTയുടെ ഇക്വേഷൻ എഴുതി. ഇതിൽ YT അറ്റ് 5 ഡേയ്സിലുള്ളത് 30 ഡിഗ്രി സെൽഷ്യസിൻ്റെ അല്ലേ, 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ആ KD വാല്യൂ എഴുതണം. 1 - 10⁻⁻ KD ഇൻറ്റു 5. Tയുടെ വാല്യൂ 5 എന്നല്ലേ, KDയുടെ വാല്യൂ നമുക്ക് 30 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കണ്ടുപിടിച്ചു 0.158 എന്നുള്ളത്. ഇനിയും YT അറ്റ് 30 ഡിഗ്രി സെൽഷ്യസ് നമുക്കറിയാം 110 ആണെന്നുള്ളത്. ഇക്വേറ്റ് ചെയ്യുക. ഇതിനകത്ത് ആപ്പണ അൺനോൺ എന്ന് പറയുന്നത് എല്ലിൻ്റെ വാല്യൂ ആണ്. അത് അപ്പുറം ഇപ്പുറമൊക്കെ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് എല്ലിൻ്റെ വാല്യൂ 131.3 mg/L എന്ന് കണ്ടുപിടിച്ചു. ഈ യൂണിറ്റ് തന്നെയാണല്ലോ YTയുടെ ആ ഒരു BODയുടെ യൂണിറ്റ് തന്നെ ആയിരിക്കുമല്ലോ എല്ലിൻ്റെ യൂണിറ്റ്, mg/L കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസിൻ്റെ 5 ഡേയിലുള്ള BOD കണ്ടുപിടിക്കാനാണ്. ഇനി സെയിം ഇക്വേഷൻ തന്നെ എഴുതുക. ഇനിയിപ്പം ഇവിടെ എല്ലിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ, ബാക്കി KD 20 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇൻറ്റു 5 ചെയ്യുക. അപ്പോൾ നമുക്ക് തൊട്ട് മുന്നേ നമ്മൾ എല്ല് കണ്ടുപിടിച്ചുകൊണ്ടാണ് നമുക്കിത് ബാക്കി ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എല്ല് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പിന്നെ അവിടുത്തെ KD at 30 ഡിഗ്രി സെൽഷ്യസ് വേണമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇവിടെ ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. അപ്പം നമുക്ക് 2 ഡിഗ്രി സെൽഷ്യസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഏതാണോ KD തന്നിട്ടുള്ളത് അത് വെച്ചിട്ട് മറ്റേ KD കണ്ടുപിടിക്കുക. അത് വെച്ചാൽ പിന്നെ ബാക്കി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡാറ്റ ഫ്രം ആൻ അൺസീഡഡ് ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ BOD ടെസ്റ്റ് ആർ 5 ml ഓഫ് വേസ്റ്റ് ഇൻ 300 ml ബോട്ടിൽ. ഇനീഷ്യൽ DOയുടെ വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് BOD ടെസ്റ്റ് ചെയ്തു എന്ന് അവർ പറഞ്ഞു. 300 ml ആണ് ബോട്ടിൽ, അതിൽ 5 ml വേസ്റ്റ് വാട്ടർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇനീഷ്യൽ DO വാല്യൂ വന്നിട്ടുണ്ട് ആൻഡ് 5 ഡേ DOയുടെ വാല്യൂ തന്നിട്ടുണ്ട്. കമ്പ്യൂട്ട് BOD കണ്ടുപിടിക്കണം. അൾട്ടിമേറ്റ് BOD എന്ന് വെച്ചാൽ YUവിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എല്ലിൻ്റെ വാല്യൂ രണ്ടും ഈക്വൽ ആണല്ലോ. പിന്നെ Kയുടെ വാല്യൂ വന്നിട്ടുണ്ട് 0.10 പെർ ഡേ. അപ്പം ഇനീഷ്യൽ DO ഉണ്ട്, DO ആഫ്റ്റർ 5 ഡേ ഉണ്ട്. അപ്പം നമുക്ക് DO കൺസ്യൂംഡ് ഇൻ 5 ഡേ കണ്ടുപിടിക്കാമല്ലോ അല്ലേ. 7.8 - 4.3 അത് കട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് നമ്മൾ മുന്നേ എഴുതിയതാണ് കേട്ടോ, കഴിഞ്ഞ വീഡിയോയിൽ എഴുതിയ ഇക്വേഷൻ ആണ്. BOD ഓഫ് വേസ്റ്റ് വാട്ടർ ഈക്വൽ ടു DO കൺസ്യൂംഡ് ബൈ ഡൈലൂട്ടഡ് വാട്ടർ സാമ്പിൾ ഇൻറ്റു വോളിയം ഓഫ് ഡൈലൂട്ടഡ് സാമ്പിൾ ബൈ വോളിയം ഓഫ് 1 ഡൈലൂട്ടഡ് സീവേജ് ഇല്ലേ. കാര്യം ആ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ടല്ലോ 5 ml എന്നും 300 ml എന്നുള്ളത്. അപ്പോൾ ഇവിടെ കൺസ്യൂംഡിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു മൈനസ് ചെയ്തിട്ട് ഇൻറ്റു 300 ml ആണല്ലോ അവിടുത്തെ ഡൈലൂട്ടഡ് സാമ്പിൾ നമ്മൾ ഉണ്ടാക്കിയത്. 5 ml ആയിരുന്നു അൺഡൈലൂട്ടഡ്. അപ്പോൾ 300/5 ചെയ്തു. BODയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഞാൻ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി അൾട്ടിമേറ്റ് BOD കണ്ടുപിടിക്കണം. അപ്പോൾ 5 ഡേയുടെ വാല്യൂ നമുക്ക് ഇക്വേഷൻ എഴുതാം. 5 ഡേയുടെ വാല്യൂ നമുക്കിപ്പോൾ അറിയാം 210. ഇനി നമുക്ക് അൾട്ടിമേറ്റ് BOD എന്ന് പറഞ്ഞാൽ ഈ എല്ല് കണ്ടുപിടിക്കാനാണ് അല്ലേ. ബാക്കി എല്ലാം തന്നിട്ടുണ്ടല്ലോ. Tയുടെ വാല്യൂ 5 എന്നാണ്, KDയുടെ വാല്യൂ 0.1 ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അത് ചെയ്യുക, എന്നിട്ട് എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ അതായിരിക്കും അൾട്ടിമേറ്റ് BODയുടെ വാല്യൂ. L equal to 307.1 mg/L. അടുത്ത അതേപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോയിങ് ഒബ്സർവേഷൻ വെയർ മെയ്ഡ് ഓൺ എ 3% ഡൈലൂഷൻ ഓഫ് വേസ്റ്റ് വാട്ടർ. ഓക്കെ, അപ്പം 3% ഡൈലൂഷൻ ഓഫ് വേസ്റ്റ് വാട്ടർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ 100% ആണ് മൊത്തത്തിലൊരു ഡൈലൂട്ടഡ് സാമ്പിൾ എങ്കിൽ അതിൽ 3% മാത്രമാണ് വേസ്റ്റ് വാട്ടർ എന്നുള്ളത്. ബാക്കി 97% അതിൽ എയറേറ്റഡ് ഡൈലൂഷൻ വാട്ടർ ആയിരിക്കും എന്നാണ് അർത്ഥം. പിന്നെ തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? ഡിസോൾഡ് ഓക്സിജന്റെ വാല്യൂ വന്നിട്ടുണ്ട്. DO ഓഫ് എയറേറ്റഡ് സാമ്പിൾ യൂസ്ഡ് ഫോർ ഡൈലൂഷൻ 3 mg/L. ഇനിയും DO ഓഫ് ദി ഡൈലൂട്ടഡ് സാമ്പിൾ ആഫ്റ്റർ 5 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അതിന്റെ വാല്യൂ 0.8 ആയി. ഇനി DO ഓഫ് ഒറിജിനൽ സാമ്പിൾ എന്ന് പറയുമ്പോൾ 0.6 ആണ്. ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദി BOD ഓഫ് 5 days ആൻഡ് അൾട്ടിമേറ്റ് BOD ഓഫ് ദി സാമ്പിൾ അസ്യൂമിങ് ദാറ്റ് ഡീഓക്സിജനേഷൻ കോഎഫിഷ്യന്റ് അറ്റ് ടെസ്റ്റ് ടെമ്പറേച്ചർ ഈസ് 0.1. KDയുടെ വാല്യൂ വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അൾട്ടിമേറ്റ് BOD ഓഫ് 5 days കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ സൊല്യൂഷൻ പറയുവാണേ. ദ 100% കണ്ടന്റ് ഓഫ് ഡൈലൂട്ടഡ് സാമ്പിളിനകത്ത് 3% വേസ്റ്റ് വാട്ടറും ബാക്കി 97% എയറേറ്റഡ് സാമ്പിളുമാണ്. അപ്പം ഹെൻസ് അതിന്റെ മൊത്തത്തിലുള്ളതിന്റെ DO എന്ന് പറയുന്നത് എങ്ങനെയാണ്? DO ഓഫ് വേസ്റ്റ് വാട്ടർ, വേസ്റ്റ് വാട്ടറിനൊരു DO ഉണ്ടല്ലോ, ഇൻറ്റു അതിന്റെ കണ്ടന്റ് പ്ലസ് DO ഓഫ് ഡൈലൂഷൻ വാട്ടർ ഇൻറ്റു അതിന്റെ കണ്ടന്റ്. വേസ്റ്റ് വാട്ടറിനകത്തുള്ളത് 0.6 mg എന്ന് വെച്ചാൽ അതാണല്ലോ ഒറിജിനൽ സാമ്പിൾ. അതിനകത്ത് 0.6 ഉണ്ടെന്ന് നമുക്കറിയാം. 0.6 ഇൻറ്റു അതിന്റെ വാല്യൂ പെർസെൻറ്റേജ് ആണല്ലോ 3% എന്ന് വെച്ചാൽ 0.03 ആണല്ലോ. പ്ലസ് ഡൈലൂഷൻ വാട്ടറിൻ്റെത് 3 mg/L 3 ഇൻറ്റു 0.97 ചെയ്യണം. അപ്പം നമുക്ക് വേസ്റ്റ് വാട്ടറിനകത്ത് ടോട്ടലുള്ള
ഡിയോടെ വാല്യൂ കിട്ടി. ഇനി അത് 5 days കഴിഞ്ഞപ്പം അതിൻ്റെ വാല്യൂ 0.8 മാറി. അപ്പോൾ കൺസ്യൂംഡ് ആയത് എത്രയാണ്? ഇതേ മൈനസ് ഇത് ചെയ്താൽ പോരെ, വാല്യൂ കിട്ടി. ഇനി നമുക്കറിയാം BOD ഓഫ് 5 days നമുക്ക് ഈ ഒരു വാല്യൂസ് ഒക്കെ അറിയാമെങ്കിൽ, BDO കൺസ്യൂംഡ് അറിയാമെങ്കിലും അതേപോലെ ഡൈലൂഷൻ ഫാക്ടറിൻ്റെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാമല്ലോ. DO കൺസ്യൂംഡ് ഇൻറ്റു ഡൈലൂഷൻ ഫാക്ടർ. ഇൻറ്റു ഡൈലൂഷൻ ഫാക്ടർ എത്രയാണ് ഇവിടെ? 100/3 അല്ലേ? കാര്യം 3% എന്നാണ് നമുക്ക് ഡൈലൂഷൻ ഓഫ് വേസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞപ്പം 100 ml ആണ് BOD ബോട്ടിലെങ്കിൽ അതിൽ 3 ml എന്താണ് വേസ്റ്റ് വാട്ടർ, ബാക്കി 97 ml നമ്മൾ വാട്ടർ ആഡ് ചെയ്തു, ഡൈലൂഷൻ വാട്ടർ ആഡ് ചെയ്തു. അപ്പം 100/3 ആണ് അവിടുത്തെ ഡൈലൂഷൻ ഫാക്ടർ. മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പം നമുക്ക് BOD കിട്ടും. ആദ്യത്തെ ക്വസ്റ്റ്യൻ BOD 5 days കിട്ടി. ഇനി അൾട്ടിമേറ്റ് BOD കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. അപ്പം നമ്മുടെ സാധാ വൈറ്റിയുടെ ഇക്വേഷൻ എഴുതി, അതിൽ വൈറ്റിയുടെ വാല്യൂ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു, KDയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്കപ്പം എല്ലിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ, കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ 1 - 10⁻² എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ട്. ആ 10 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഡെറിവേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, സയൻറ്റിഫിക് കാൽക്കുലേറ്ററിനകത്ത് ലോഗ് എന്നൊരു ബട്ടൺ ഉണ്ട്, LOG. ആ ലോഗിൻ്റെ ബട്ടൻ്റെ തൊട്ട് മെയിനിലായിട്ട് ഷിഫ്റ്റ് ആ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് 10⁻² ഉള്ള വാല്യൂ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബട്ടൺ വേണം ഞെക്കാൻ. ഓക്കെ, കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പം ഇനി ഇത്രയാണ് ഉള്ളത്. ഇപ്പം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എഴുതുക, 1-2 പ്രോബ്ലം കൂടെ എഴുതുക, ആ ഡെറിവേഷൻ കൃത്യമായിട്ട് എഴുതണം. അപ്പോൾ ഇത്രയും ഇന്ന് ലെക്ചർ നോട്ടായിട്ട് അപ്ലോഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം.